എല്ലാം പോയി ചേട്ടാ. ഇനി ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഇവിടെ അല്ലെങ്കിലേ പേടി പിടിച്ച സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ആളുകളും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് എല്ലാവരും ഒരുമേൽ ജീവിക്കുന്ന ഒരു നാടാണ് മുണ്ടക്കൈ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയുന്ന നാടാണ്. മുണ്ടക്കൈയും ചൂരൽമലയും ഇന്നാരോ പറഞ്ഞു കേട്ട നാടിന്റെ പേരല്ല, ഓരോ മനുഷ്യന്റെയും നോവായിടം. മണ്ണിൽ നിന്ന് ജീവന്റെ തുടിപ്പെന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഹൃദയം കൊണ്ട് തിരയുന്നു. കോരിയെടുക്കുന്നതൊക്കെയും വേദനയാണ്. നിലവിളികളില്ല കൺമുന്നിൽ. എത്രയെത്ര പേർ. കണ്ണീരുറഞ്ഞുറഞ്ഞ മരണം മൂടിയ നിസ്സംഗത. കഴിഞ്ഞ 5 ദിവസമായി ഓരോ ആശുപത്രികളിലും സ്ഥിരമായി കാണുന്ന ചില മുഖങ്ങൾ. എവിടെയെങ്കിലും ഉറ്റവർ എത്തിക്കാണുമെന്ന് പ്രതീക്ഷയോടെ തിരയുകയാണ്. എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്കൂൾ റോഡ് ഇങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോൾ ഈ സ്കൂളിൻ്റെ അവിടെ കാണുന്നത് ഫുള്ള് മരങ്ങളാണ്. മരങ്ങളും ഇങ്ങനെ വന്നിട്ട് ഫുള്ള് ചെളിയും വന്ന് അടിച്ചിങ്ങനെ കൂടിയിരിക്കും. അതിങ്ങനെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കടന്നു പോകാനുള്ള വഴിയില്ല. അവിടെ നിന്ന് പിന്നെ ഒരു വിധം ഞാൻ ആ സൈഡിൽ കൂടെ ഒക്കെ ഞാനും പിന്നെ അനിയനും പിന്നെ എൻ്റെ വേറൊരു കസിനുണ്ട്, നമ്മൾ 3 കൂടെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇങ്ങനെ കടന്ന് ഇങ്ങനെ പോയി കുറച്ചങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, നമ്മളെ വീടിന്ന സ്ഥലമാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കിയാൽ നിരന്ന് കിടക്കുക. ഫുള്ള് പാറയാണ്. പാറക്കൂട്ടവും ഈ മരങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ വീട് അവിടെ ഇരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാനൊരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മളെ വീട് എവിടെ ഇരിക്കുന്നതെന്ന് നോക്കി അങ്ങനെ പോയി. ഏകദേശം ഞാൻ ഇന്ന സ്ഥലത്താണ് വീട് എന്ന് കണ്ടുപിടിച്ചെന്നല്ല, എനിക്കിങ്ങനെ എൻ്റെ ഒരു അസ്യൂം. പക്ഷേ സ്ഥലം മനസ്സിലാവുന്നില്ല. അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഉടനെ ഞാൻ വേറെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ആദ്യം ക്യാമ്പിലൊക്കെ അന്വേഷിച്ചു. ക്യാമ്പിലൊന്നും അവർ പേരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാരൊക്കെ പോയി നോക്കി, അതിലൊന്നും വന്നിട്ടില്ല. അപ്പം മുതലേ അന്വേഷിച്ച ആൾക്കാർ. എൻ്റെ മോൻ 2 വയസ്സായിട്ടുള്ളൂ. മോനെ കിട്ടിയിട്ടില്ല. പിന്നെ വൈഫിൻ്റെ അമ്മേനെ കിട്ടിയിട്ടില്ല. അവരെ കൂടെ തന്നെ അവരെ തൊട്ടടുത്തുണ്ടായിരുന്ന അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ ചെറിയമ്മേനെ കിട്ടിയിട്ടില്ല. അവരെ വീട്ടിൽ വന്ന് താമസിച്ച വേറൊരു ചെറിയമ്മയുണ്ട്, അവരെയും കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത്ര ദിവസമായി ഓരോ ബോഡി വരുമ്പോൾ ഇങ്ങനെ പോയി നോക്കും, ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇതുവരെ ആരും കിട്ടിയിട്ടില്ല. നാടൊന്നാകെ ഒലിച്ചു പോകുന്ന കാഴ്ച കണ്ടു നിൽക്കാനാകാതെ ഉരുളിലേക്ക് എടുത്തുചാടിയ മനുഷ്യർ. എനിക്കൊന്ന് വേഗം ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയേറ്റ മോനെ, അതെനിക്ക് പറയാനുള്ളത്. എസ്റ്റേറ്റിൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാനും എൻ്റെ ഹസ്ബൻഡിനും കൂടെ ആക്കി. എന്നിട്ട് അവിടെ ഇരിക്കാമ്മ, ഞങ്ങൾ വരാം. കൂടെ അവൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വരാം, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും, വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു. ശരി മോനെ, നീ എവിടെയും പോകണ്ട, മഴയും കാറ്റൊക്കെയാണ് വരുന്നത്, പോണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം വരാം പറഞ്ഞിട്ട് പോയ ആളാണ്. പിന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് പോയതാ. എല്ലാവരും 10-18 ആളെ രക്ഷപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു.
സ്ഥലങ്ങളിൽ എത്തിച്ചു. പിന്നെ അവൻ അവിടെ പോയി എന്നുള്ളത് അറിയില്ല. ഞങ്ങളൊന്നും അറിയില്ല സാറേ. ഞങ്ങൾ പോയിട്ട് അവിടെ കൊണ്ട് ആക്കിയിട്ട് അവൻ പോയതല്ലേ. പിന്നെ എന്താ ചെയ്തത് ഏതാ ചെയ്തെന്നൊന്നും അറിയില്ല. പിന്നെയാണ് ഞാനൊക്കെ അറിഞ്ഞത്. നന്മകളുടെ കണക്കെടുത്താൽ ചൂരൽമലയിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നു, പ്രജീഷ്. ഒരുപാട് പേരെയാണ് പ്രജീഷ് രക്ഷപ്പെടുത്തിയത്. ഇതിനിടയിൽ സ്വന്തം ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇവൻ RRTയിൽ പ്രവർത്തിക്കുന്നതാണ് പ്രജീഷ്. അപ്പോൾ ഇവരുടെ കുടുംബാംഗങ്ങളെ അമ്മേനെയും ഏട്ടനെയും ഏട്ടത്തിയമ്മേനെയും മക്കളെയൊക്കെ ഞങ്ങൾ അട്ടമല അങ്ങോട്ട്, അവിടെ വലിയ പ്രശ്നമില്ലാന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇവൻ ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ല. ഇവൻ പറഞ്ഞാൽ എനിക്ക് കുറേ ആൾക്കാരുണ്ട് അവിടെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. സുഖമില്ലാത്ത ആൾക്കാരെയൊക്കെ അവൻ എടുത്തുകൊണ്ട് ഓടിയെന്നാണ് പറഞ്ഞത്. പിന്നീട് ലാസ്റ്റ് കുറേ ആൾക്കാരെ രക്ഷിച്ച് ലാസ്റ്റ് ആരോ കരയുന്നു എന്തോ കേട്ടിട്ട് ഇവൻ പോയതാണ്. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് അവനെ അറിഞ്ഞില്ല എവിടെയാന്ന്. ഞങ്ങൾ അട്ടമലയും പാലം പോയപ്പോൾ ഇവർ അപ്പുറ സൈഡും ആയിപ്പോയി. ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം വരെ, പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. വിളിക്കുന്നവർ പറഞ്ഞു അപ്പുറമുണ്ട് അപ്പുറ സൈഡിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോഴാണ് വൈകുന്നേരം ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെ കാണുന്നില്ല, മിസ്സിങ് ആണെന്ന്. അങ്ങനെ പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ആള് പോയി. അന്ന് തന്നെ ഞങ്ങൾക്ക് ബോഡി കിട്ടി. അതാണൊരു സമാധാനമുള്ളത്. എല്ലാവർക്കും നല്ലത് മാത്രമേ നല്ലത് എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും. ഞങ്ങൾക്ക് ഇനി ആരുമില്ല. ഞങ്ങളുടെ വലം കൈയാണ് പോയത്. ഇനി എന്താ പറയാ, ഞങ്ങൾക്ക് പറയാനില്ല. ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയാല്ല. എന്ത് കിട്ടിയാലും പകരമാവില്ല ഞങ്ങൾക്ക്. സ്വന്തം ജീവിതം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ആണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടതല്ലേ? അതെ, ആൾക്കാരും വിളിച്ചു എന്നാ പറഞ്ഞത്, മതി പോന്ന്. പക്ഷെ ഇത് പുഴ ഗതി മാറി ഒഴുകിയതുകൊണ്ട് സാധാ റോട്ടിൽ കൂടെ, സാധാരണ അതിൽ ഇങ്ങനെ വെള്ളം കയറുമ്പോഴൊന്നും ഇല്ലല്ലോ. ആ പ്രതീക്ഷയിലായിരിക്കും പോയത്. ഞാൻ എന്നെ നോക്കണ്ട ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അത് നടന്നില്ല. എന്താ ഇപ്പോഴും എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചത്. ഇനി വണ്ടി പോയിട്ട് പാലത്തിൽ കൂടെ വണ്ടി കയറ്റി അങ്ങനെ പോയതാണോ അതോ ഒഴുകിപ്പോയോ, എന്താണെന്ന് സംഭവിച്ചത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ദിവസം മുൻപ് അടുക്കിക്കിടത്തിയ മൃതദേഹങ്ങൾക്കരികെ കണ്ണീരോടെ ഉറ്റവരെ തിരിച്ചറിഞ്ഞ അതേയാൾ. അവിടെ മക്കളുണ്ട്, ഇവിടെ 2 ആള്. ഇനി ഏട്ടനുണ്ട്, അനിയനുണ്ട്, പാപ്പുണ്ട്, പിന്നെ പെണ്ണുങ്ങള് 2 ആളുണ്ട്. ഒരൊന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അയാൾ വീണ്ടും മുണ്ടക്കയിലേക്കെത്തി. ഇനിയും കണ്ടെത്താനുള്ള ബന്ധുക്കളെ തിരഞ്ഞ്. ഈ മൺകൂനയ്ക്കടിയിൽ എവിടെയോ അയാളുടെ വീടുണ്ടായിരുന്നു. ഈ വീട്ടിലുള്ള ആളുകൾ ക്യാമ്പിലുണ്ട്. ഇരിക്കണില്ലേ, അത് വീടാണ്. ആ വീട്ടിലുള്ള ആളുകൾ ക്യാമ്പിലുണ്ട്. അതിന്റെ താഴത്തിലുള്ള വീട്ടിലുള്ള ആളുകളും സേഫാണ്. ക്യാമ്പിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ആ വീട്ടിലുള്ള ആളുകൾ പോയി. ഇത് കൊളാണ്, അത് വീടല്ല. എന്റെ ഏട്ടന് അടക്കം, ഏട്ടന് പാപ്പ, അനിയന്റെ പെണ്ണുങ്ങള്, ഏട്ടന്റെ പെണ്ണുങ്ങള്, ഇങ്ങനെ 11 ആള് ഇല്ല ഒരു വീട് മൊത്തം പോയതാണ്. അതിൽ 2 പേരാണ് നമുക്ക് കിട്ടിയത്, ചെറിയ മക്കൾ, ഏട്ടന്റെയും അനിയന്റെയും മക്കൾ. ബാക്കിയുള്ള എല്ലാരും പോയി. ഇപ്പൊ 5 മരിപ്പ് കിട്ടാനാണ്. മണ്ണിൽ കെട്ടിപ്പൊക്കിയ വർഷങ്ങളുടെ സ്വപ്നങ്ങൾ നിമിഷനേരം കൊണ്ടാണ് മണ്ണ് വിഴുങ്ങിയത്. കൺമുന്നിൽ മരണം വന്ന് മൂടുമ്പോൾ മനുഷ്യൻ തേടിയത് മനുഷ്യനെ മാത്രം. ഉരുൾപൊട്ടലിൽ അമ്മയെ രക്ഷപ്പെടുത്തി, അമ്മയോടൊപ്പം മറ്റു 2 പേരെ കൂടി രക്ഷപ്പെടുത്തിയ ഷഹന വാസ്തവത്തിൽ നിങ്ങളുടെ സ്റ്റോറി ഭയങ്കര അതിജീവനത്തിൻ്റെയാണ്. അന്ന് എന്താണ് സംഭവിച്ചത്? അച്ഛനില്ലായിരുന്നല്ലോ, അച്ഛൻ ആ സമയത്ത് പുറത്തായിരുന്നല്ലേ? എന്താ സംഭവിച്ചത് അന്ന് രാത്രി? അന്ന് ഞാനും ഉമ്മച്ചി മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ. സാധാരണ മഴ സാധാരണ കൂടുതൽ പെയ്യുമ്പോൾ ഉമ്മച്ചി ആ സമയത്ത് നീച്ചു 1:45 ഉമ്മച്ചി നീച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ നീച്ചു, മേലെ വന്നു, ബാൽക്കണി ഡോറൊക്കെ തുറന്നു നോക്കി. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉമ്മച്ചി കണ്ടില്ല. താഴെ വന്നു. ഉമ്മച്ചി താഴെ എത്തിയതും ഫസ്റ്റ് ഫ്ലോറിൽ 4 ഭാഗത്തിലും കൂടി ചളി നിറയാൻ തുടങ്ങി. ചളി കല്ലും മണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ഉമ്മച്ചി ഞാൻ മേലെ കിടക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി എന്ത് ചെയ്തു, മേലേക്ക് ഓടി വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു. കുടു വെള്ളം കയറി, വേഗം വാതിൽ തുറക്കുവാൻ. ഞാൻ വാതിൽ തുറന്നതും സീലിംഗ് എല്ലാം കൂടി പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാൻ തുടങ്ങി ഞങ്ങളെ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ബാൽക്കണി ഡോറ് തുറന്ന് അവിടെ എത്തിയിട്ട് ഞങ്ങൾ അലറി വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് കുറേ അലറി വിളിച്ചു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫോണിൻ്റെ ഫ്ലാഷ് എടുത്ത് ചുറ്റും അടിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല. ഞങ്ങളെ വീടിൻ്റെ ബേക്ക് വശം ഫുള്ള് വെള്ളവും ഫ്രണ്ട് മൊത്തം ചളിയുമായിരുന്നു.
ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ അടുക്കള ഭാഗം ഒലിച്ചു പോകാൻ തുടങ്ങി, വീടിൻ്റെ ഒരു സൈഡ് ഇടിയാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ പേടിയാലും കുറേ അലറി വിളിച്ചു. അപ്പോഴാണ് ഒരു കുട്ടി താത്ത ഒന്ന് രക്ഷിക്കുമോ എന്ന് വെച്ച് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ കിണറുണ്ടായ ഭാഗത്ത് ഒരു കുട്ടി ഒലിച്ചു വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കുറുകെ ഒരു കവുങ്ങുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, മോനെ നീ അതിൽ പിടിച്ച് നിൽക്കും, ഒരിക്കലും പിടി വിടരുത്, ആ കവുങ്ങിൽ തന്നെ പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി അവനോട് സംസാരിക്കുന്ന സമയത്ത് വേറൊരു സൗണ്ട് കേട്ട് ഞാൻ നോക്കിയപ്പോൾ വേറൊരു കവുങ്ങിൽ ഒന്നും ആവാത്തൊരു കവുങ്ങിൽ ഒരു താത്ത പിടിച്ച് നിന്നിട്ട് രക്ഷിക്കണേന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. നമുക്ക് നോക്കിക്കാനേ പറ്റുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഏത് നിമിഷമാണെങ്കിലും പോകും. നമ്മൾ ആ സമയത്ത് നമ്മൾ മരിച്ചെന്ന് തന്നെ വിചാരിച്ചു. കാരണം ഇനി ജീവിതമല്ല, മുന്നോട്ടൊന്നുമില്ലാന്ന്. അപ്പോഴാണ് ആ ഭാഗത്ത് ജീവനോടുണ്ടായ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചവരോട്, താത്ത ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോയെന്ന്. അങ്ങനെ ഞാൻ അമ്മച്ചിൻ്റെ കൈയും പിടിച്ചിട്ട്, സ്റ്റെപ്പൊന്നുമില്ല, ഒരു 4 സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. 4 സ്റ്റെപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ചളിക്കുണ്ടിക്കാണ് വീഴുന്നത്. ചളിക്കുണ്ട് പറഞ്ഞാൽ കഴുത്തിൻ്റെ അത്രയും വരെ ചളിക്കുണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി. വീട് സൈഡ് പൊളിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഓട്ടയിൽ കൂടെ ഞങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ ആ മോനെ ഞാൻ പിടിച്ച്. അപ്പോത്തിന് വേറൊരു കുട്ടിയാണ്, ശരിക്കും എൻ്റെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടിയാണ്, അവനെ ഒലിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവനെ ഉമ്മച്ചിയും പിടിച്ച്. അങ്ങനെ ഇവരെ നമ്മൾ മുന്നിൽ വിട്ട് കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടെ ജീവനുള്ള കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പിടിക്കണം, നല്ല നടക്കാൻ പറ്റുള്ളൂ. ഇവനെ ചളി ആയതും കൂടെ എൻ്റെ കയ്യിലും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പാൻറ്റും ടീഷർട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പാൻറ്റിൽ നീ മുറുകെ പിടിക്കണം, എന്നെ വിടരുത്, പിടി കിട്ടുന്നില്ല, എൻ്റെ കാലിലും കൂടി പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പാൻറ്റും കാലും കൂടി മുറുകെ കൂട്ടി പിടിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്ന്. പൊട്ടിയ ലൈൻ കമ്പിയൊക്കെ വീണുകൊണ്ട് ഞാൻ ലൈൻ കമ്പിയിലും പിടിച്ച് അവൻ്റെ കാലിലും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ആ ചളിയിൽ കൂടെ നടന്ന്, പാറയും മണ്ണും അവിടെ അടുത്തടുത്ത് വീട്, അതുകൊണ്ട് കിണറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല കിണറൊന്നും. അങ്ങനെ കുറേ നടന്ന്, അപ്പോൾ നമ്മൾ കുറേ ഫ്ലാഷ് ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി. അവിടുന്ന് നമ്മൾ പല വഴിക്കായത്. അവർ മോനെ വേറെ സ്ഥലത്ത്, നമ്മൾ വേറെ സ്ഥലത്ത്, ഒരു ജീപ്പ് കയറ്റി വേറെ സ്ഥലത്ത് ഇതാക്കുമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നതിനിടയ്ക്ക് ഇവൻ്റെ ഉമ്മ തന്നെ വേറൊരു ടെറസിൻ്റെ മേലെന്ന് 40 ദിവസം പ്രായമുള്ള ഒരു കുട്ടീനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഒന്ന് രക്ഷിക്കുമോ, എൻ്റെ മോക്ക് ജീവൻ മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഉമ്മ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്, ഞങ്ങൾ ഈ ചളിക്കുണ്ടിലാണ് നിൽക്കുന്നത്. പുറത്തെത്തിയത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട്, കവുങ്ങിലൊരാൾ നിൽക്കുന്നത്. ഞങ്ങൾ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ആ ഭാഗത്ത് രക്ഷപ്പെടുന്ന ഫസ്റ്റ് കുടുംബങ്ങൾ ഞങ്ങളായതുകൊണ്ട് അധികം ആർക്കും അറിയില്ല ഞങ്ങൾ ജീവനോടുണ്ടോ എവിടെയാണോ ഒന്നും അധികം ആർക്കും അല്ല. പിന്നെയാണ് ഓരോരുത്തർ അറിയാൻ തുടങ്ങിയത്. വീടൊന്നും ഇല്ല. ആ വീടിന്റെ സ്ഥിതി കണ്ടിട്ട് ഇന്നലെ ഞാൻ അവിടെ പോയ സമയത്താണ് അറിയുന്നത് ഇവരൊക്കെ രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ളത്. അവിടെയുള്ള ആളുകൾ അറിയുന്നത് ഇന്നലെ ഞാൻ അവിടെ പോയപ്പോഴാണ്. ഒന്ന് രക്ഷിക്കുന്ന കുറേ കരഞ്ഞു. കാരണം എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ട് കൂടെ. അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഉമ്മ ഈ വീട് പോവുകയാണെങ്കിൽ ഇന്നെ നോക്കരുത്, എവിടെയെങ്കിലും പിടി കിട്ടുകയാണെങ്കിൽ ഉമ്മച്ചി പിടിച്ച് നിൽക്കണം, ഞാൻ നോക്കരുത് ഒരിക്കലും. പക്ഷെ ഉമ്മച്ചി നേരെ തിരിച്ചാ ചിന്തിക്കുന്നത്. എന്നോട് പറഞ്ഞെന്ന്, നീ എവിടെയെങ്കിലും പിടിക്കണം, എന്നെ നോക്കരുത് എന്ന്. എനിക്ക് ഉമ്മ രക്ഷപ്പെട്ടാൽ മതി എന്നേ ഉണ്ടായുള്ളൂ ആ സമയത്ത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ മരണം മുന്നേ കണ്ടിട്ട് പിന്നൊരു ജീവിതമായിരുന്നു നമ്മൾ. ഒരു വർഷം പൈസ കൂട്ടി വെച്ച് ഉണ്ടാക്കിയൊരു പോരെ. ശരിക്കും പറഞ്ഞാൽ 2022 ഞങ്ങളെ എല്ലാ പണിയും കഴിയുന്നത്. പണി കഴിഞ്ഞ് ഞങ്ങൾ 2 വർഷമായിട്ടുള്ളൂ ഞങ്ങൾ ആ വീട്ടിൽ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. കാരണം 1 വർഷം അവിടെ അയൽക്കാർ ചോദിക്കും ഞങ്ങളോട്, നിങ്ങളെ പണി മാത്രം തീരുമല്ലോ എന്ന്. കാരണം 1 വർഷം വാപ്പ് വരും, ലീവിന് നിൽക്കണ 3 മാസമായിരിക്കും ഒരു പണി നടക്കുക. ഇപ്പോൾ ഒരു പണിയാണെങ്കിൽ ഇപ്പോൾ കറണ്ടിൻ്റെ പണി അപ്പോഴും ടൈൽസിൻ്റെ പണി പിറ്റത്തെ വർഷമായിരിക്കും. കാരണം അങ്ങനെ ഇപ്പം എനിക്ക് 21 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പോരയായിരുന്നത്. അത് 4 മിനിറ്റും കൊണ്ട് അത് പൊളിഞ്ഞ് എല്ലാം പോയി. ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് ഇടയ്ക്ക് ചിലർ വരും. അവിടെ മിണ്ടാപ്രാണികൾ കാത്തിരിപ്പുണ്ട്. വിശപ്പകറ്റിയിരുന്നവർ, കൂട്ടായി നിന്നവർ ഇന്ന് ഒറ്റയ്ക്കാണ്. സങ്കടക്കടലിലായവരെ കൈപിടിക്കാൻ നാടാകുന്നതൊക്കെ ചെയ്യുന്നുണ്ട്.
പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നതാണ്. ഒരു ഫ്രെയിമിൽ ഒതുങ്ങാത്ത ദുരന്ത ഭൂമിയാണ് മുന്നിൽ. മനുഷ്യന് കണ്ണ് നിറയും. ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം ചെളികൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ എല്ലാവരും, അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ? അതൊക്കെ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ഇതിനല്ല. എനിക്ക് ഈ സ്ഥലം അറിയാം, ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതിലെ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. ഈ ഒരു കല്ലെടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് തീരുമാനമെടുക്കണം. അപ്പോൾ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഈശ്വരൻ്റെ സഹായം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം. ഒരുപാട് പേരെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെന്ന്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. അപകട വഴിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് തിരഞ്ഞിറങ്ങിയ ചിലർ, മുന്നിൽ അപകടമുണ്ടെന്നറിഞ്ഞും ഇറങ്ങി പുറപ്പെട്ടു പോയവർ. ഒന്നാമത് ഇവിടെ അപ്പുറത്തിരിക്കുന്ന സാലിം പറഞ്ഞ വ്യക്തിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയിക്കണം. അപ്പോൾ ഓനക്ക് ഭയങ്കര അതിന് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്താ തീരുമാനിച്ചു വെച്ചാൽ കലക്കം പോയെന്ന് മേലക്കുന്ന് ഫുള്ള് പോയി നോക്കാന്നില്ല, ഇന്ത്യനും വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോയി തിരിച്ചു വരുന്നതിന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ പോയപ്പോൾ ഞാനും സാലിമും പിന്നെ നമ്മളെ കൂടെ കൊണ്ടോട്ടില്ല നമ്മളെ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഓന് ബോഡി എടുക്കാനൊക്കെ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ കൂട്ടേണ്ടായിരുത്തിയാണ്. നമ്മൾ 3 ആളും ബോഡി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് വെക്കുക, പിന്നെ നമ്മൾ അതിനനുസരിച്ച് ആൾക്കാരോട് പറയാമെന്ന് കരുതിയില്ലേ. പക്ഷെ ഞങ്ങൾ പോയി ഒരു 10 കിലോമീറ്ററോളം, ഒരു 9 കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സുഹൃത്തിന് എന്ത് ചെയ്തു, ഓന് BP കുറഞ്ഞു, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഓന് തല കറങ്ങാണ്, കണ്ണ് നടക്കാൻ കഴിയണില്ല എന്നുള്ള സംഭവം വന്നപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാമല്ല, പിന്നെ ബോഡി എടുക്കലൊന്നുമല്ല. അപ്പോൾ ഇതിന് സമയം എനിക്ക് വാച്ചില്ല, ഫോണൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒരു 6 മണിയൊക്കെ കഴിക്കണം. പെട്ടെന്ന് തന്നെ ഇരുട്ടായ മാതിരി തോന്നി. അപ്പോൾ ഇതിന് പഠിച്ചോൻ്റെ ഒരു കുതിരത്തോണ്ട കാരണം ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റേ, അതായത് വെള്ളം വന്നാലും കയറാൻ കഴിയാത്ത ഒരു മരത്തിൻ്റെ ഒരു ഉയരത്തിലാണ്. അവിടെ കയറി അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് അപ്പോൾ ഇതിന് ഞങ്ങളൊരു 12 കിലോമീറ്ററോളം ഞങ്ങൾ പോകും നിൽക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2-2.5 മണിക്കൂറോളം ഓനക്ക് എന്ത് ചെയ്തു, ഈ സംഭവം BP കുറഞ്ഞിട്ട് ഓനക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റാതായി. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യൽ നിർബന്ധമായി. ഇതാണ് ഈ പുറം ലോകം അറിയണമില്ല. ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു, ഉഷാറായി കടന്നുറങ്ങി. ഭക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഇനി താഴത്തേക്ക് 12 കിലോമീറ്റർ ഉണ്ട്, മേലേക്കൊരു 3 കിലോമീറ്ററോ 4 കിലോമീറ്ററോ ഉണ്ടാവും. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കാതിൽ ഇടയ്ക്ക് ഭൂമി പിളരുന്ന ശബ്ദം കേൾക്കും. കുഞ്ഞു കാതുകളിൽ അത് നോവാണ്.
കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ കുട്ടികൾ ഒരു വട്ടം കൂടി ചിരിച്ചു തുടങ്ങുകയാണ്. നമുക്ക് ഇപ്പോൾ പല പ്രശ്നങ്ങളുമായിട്ട് ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നൊക്കെ മാറ്റിയ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ ഇപ്പം ചൂരൽമല ഭാഗത്തുനിന്ന് മുണ്ടക്കയിൽ നിന്നൊക്കെ വന്ന കുട്ടികളും ഉണ്ട്, അവരും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് അവർ പതറിയിരിക്കുകയാണ്. വലിയവരെക്കാളും കൂടുതൽ കുട്ടികളാകെ പതറിയിരിക്കുക. അപ്പം അവർക്ക് ഇവിടെ വന്ന് അവരവരുടെ റൂമുകളിൽ അച്ഛനമ്മമാരെ കൂടെ മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് അതിലൊരു എന്തോ ഒരു ഇതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സാണ്. ഇവരുടെ ഒരു സന്തോഷം, അപ്പോൾ നമ്മൾ കുറേ കളികൾ, പാട്ടുകൾ, പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുക, കളിസാധനങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനെയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവരവരുടെ സന്തോഷം ഇങ്ങനെ കാണിക്കും. ഇപ്പം നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലായില്ലേ അവരുടെ അതുപോലെ ഇങ്ങനെയുള്ള കളികളൊക്കെ. അപ്പോൾ അവരുടെ ആ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അവരെ കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. SSLC ആണ്. ഈ അടുത്ത് പരീക്ഷ എക്സാം ഉണ്ടായിരുന്നു. അത് പബ്ലിക് അല്ല, പക്ഷേ ടീച്ചേഴ്സ് നടത്തുന്ന ഒരു എക്സാം ഉണ്ട്. അതിനേക്ക് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ. നമുക്ക് പഠിക്കാനിപ്പോൾ ഇവിടെ പഠിക്കാം, ഈ സ്കൂളിൽ പഠിക്കാം. പക്ഷേ ഈ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ തന്നെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇംഗ്ലീഷല്ല, അത് അത്രയ്ക്കും എന്താ പറയുക, ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച് ഒക്കെ അവിടുത്തെ സാറന്മാർ തന്നെ എന്താ പറയുക, ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളതുപോലെ തന്നെ എന്താ പറയുക, നല്ല പഠിത്തം, അതുപോലെ തന്നെ കാര്യങ്ങൾ ഞങ്ങൾ അവിടുത്തെ സാറന്മാർ തന്നെ വന്ന് ഇവിടെ പഠിപ്പിക്കും. ആണെങ്കിൽ കുഴപ്പമില്ല. വെള്ളർമല സ്കൂളിൽ നിന്നുള്ള കുറേ കുട്ടികൾ ഇവിടെയുണ്ട്. ഇവരിനി ഈ മേപ്പാടി സ്കൂളിലേക്ക് പഠിക്കാനുള്ള ഏർപ്പാടുകൾ തുടങ്ങുകയാണ്. അപ്പോൾ അവർ പറയാനുള്ളതേ, അവിടുത്തെ മാഷന്മാർ വരണം, അവിടുത്തെ ടീച്ചർമാർ തന്നെ വരണം, മീഡിയം മാറരുത്. തിരിച്ചു വരണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും വിദ്യാലയത്തിന് മാത്രമേ ഈ നാടിനെ ചേർത്ത് പിടിക്കാൻ ഇനി അങ്ങോട്ട് പറ്റുള്ളൂ. ഞങ്ങൾ അതിനുള്ള മെൻ്റൽ പവറൊക്കെ നേടിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചു വരും, ഈ നാടിനെ ഈ വിദ്യാലയം ചേർത്ത് പിടിക്കും, അത് തന്നെ ചെയ്യും. വീണ്ടും ഞങ്ങൾ ഇതിൽ നിന്നൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തും. ആദ്യം ജനങ്ങളെ ചെതറിപ്പോയവരെ എല്ലാം ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ അങ്ങനെ ജീവിച്ചൊരു അവശേഷിക്കുന്നവരെല്ലാവരും കൂടി ഇനി ഒന്നിച്ച് ജീവിക്കുക, വീണ്ടും ആ പഴയ ചൂരൽമലയെ പുനഃസൃഷ്ടിക്കുക. നാട് പുനർനിർമ്മിക്കണം. ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും. വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥ നാം എല്ലാം കണ്ടതാണ്. ആ വിദ്യാലയത്തിൽ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച അനേകം വിദ്യാർത്ഥികളെ ദുരന്തം കൊണ്ടുപോയി. അവിടെ പഠനം മുടങ്ങിയിരുന്നു. ഈ പ്രതിസന്ധി കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുടക്കം വരാൻ പാടില്ല. ആവശ്യമായ സംവിധാനങ്ങൾ ഉടനടി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം. അത് ഏത് രീതിയിലാണെങ്കിലും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഈ കാലവും കടന്നു പോകും. ജീവനഗാഥകളിവിടെ നമ്മളൊരുക്കിടും, അതിമോഹനമിനിയും ജീവിതമിവിടെ ഉയർത്തിയിടും. അതിജീവനഗാഥകളിവിടെ നമ്മളൊരുക്കിടും, അതിമോഹനമിനിയും ജീവിതം
ജീവിതം ഇവിടെ ഉയർത്തിയിടും.